ഇന്ത്യക്ക് ചരിത്ര നിമിഷം. ബഹിരാകാശത്ത് ISRO വീണ്ടും ചരിത്രം കുറിച്ചു. PSLV-C 60 റോക്കറ്റ് ചരിത്ര ദൗത്യവുമായി കുതിച്ചുയർന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ചരിത്ര ദൗത്യവുമായി റോക്കറ്റ് കുതിച്ചുയർന്നത്. സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻ്റ് എന്ന സ്പെഡെക്സ് ദൗത്യവുമായാണ് റോക്കറ്റ് കുതിച്ചുയർന്നത്. അപൂർവ ദൗത്യമാണിത്. ബഹിരാകാശത്ത് ചുറ്റിത്തിരിയുന്ന 2 പേടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് ദൗത്യത്തിൻ്റെ ലക്ഷ്യം. ദൗത്യം വിജയിക്കുന്നതോടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള ലോകത്തെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഷ്യ, US, ചൈന എന്നീ രാജ്യങ്ങളാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത്. വിക്ഷേപിച്ച SDX-01, SDX-02 എന്നീ ഉപഗ്രഹങ്ങളെ ഭൂമിയിൽ നിന്ന് 476 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിലേക്ക് പിന്നീടെത്തിക്കും. ഓരോ ഉപഗ്രഹങ്ങൾക്കും 220 കിലോഗ്രാം വീതമാണ് ഭാരം. പരസ്പരം 1015 കിലോമീറ്റർ അകലെയായി നിർത്തുന്ന ഇവയെ അടുപ്പിച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഡോക്കിംഗ്. ഭ്രമണപഥത്തിൽ 1015 കിലോമീറ്റർ അകലെ എത്തുമ്പോൾ ഇരു ഉപഗ്രഹങ്ങളുടെയും അകലം സാവധാനം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ കുറച്ചുകൊണ്ടുവന്ന് പരസ്പരം ബന്ധിപ്പിക്കും. ഡോക്കിങ്ങിനായുള്ള പ്രവർത്തനങ്ങൾ 10-14 ദിവസങ്ങൾക്ക് ശേഷമേ തുടങ്ങൂ. അതിസങ്കീർണമാണ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ മൊത്തം 66 ദിവസം വേണ്ടിവരും. ഇന്ത്യ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ്റെ നിർമ്മാണത്തിനും ഈ ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിർണായകമാണ്. സ്പേസ് സ്റ്റേഷൻ്റെ വിവിധ ഭാഗങ്ങളെ ബഹിരാകാശത്തെത്തിച്ചാണ് കൂട്ടിച്ചേർക്കുക. ചന്ദ്രയാൻ 4, ഗഗൻയാൻ പദ്ധതികൾക്കും കരുത്താകുന്ന സാങ്കേതിക വിദ്യയാണ് ഡോക്കിംഗ്. 2 ഉപഗ്രഹങ്ങൾക്ക് പുറമെ 24 പരീക്ഷണോപകരണങ്ങൾ കൂടി ഭ്രമണപഥത്തിലെത്തിക്കും. റോക്കറ്റിൻ്റെ മുകൾ ഭാഗത്തുള്ള ഓർബിറ്റൽ എക്സ്പെരിമെൻ്റൽ മോഡ്യൂളിലാണ് ഈ ഉപകരണങ്ങൾ ഭൂമിയെ ചുറ്റുക. ഭ്രമണപഥത്തിലേക്ക് ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടങ്ങളായി തുടരുകയോ കടലിൽ വീഴുകയാണ് പതിവ്. ഇതിന് പരിഹാരമായി PSLV റോക്കറ്റിൻ്റെ 4ാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിനെ PS-4നെ ഉപഗ്രഹത്തിന് സമാനമായ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കും. അതാണ് PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻ്റ് മോഡ്യൂൾ അഥവാ POEM. ഇതിൻ്റെ 4ാം പതിപ്പിനെ ISRO തദ്ദേശീയമായാണ് വികസിപ്പിച്ചത്. 1967 ഒക്ടോബർ 30-ന് സോവിയറ്റ് യൂണിയനാണ് ആദ്യ ഡോക്കിംഗ് നടത്തിയത്. കോസ്മോസ് 186, കോസ്മോസ് 188 എന്നീ ആളില്ലാ ബഹിരാകാശ വാഹനങ്ങൾ തമ്മിലുള്ള പൂർണ്ണ ഓട്ടോമേറ്റഡ് ഡോക്കിംഗ് ആയിരുന്നു അത്. ബഹിരാകാശ നിലയങ്ങളിൽ ദീർഘകാല താമസം ഉൾപ്പെടെയുള്ള പിന്നീടുള്ള ബഹിരാകാശ പരിവേഷണ ശ്രമങ്ങൾക്ക് വഴിയൊരുക്കിയത് ഇതായിരുന്നു. 1975-ൽ അപ്പോളോ സോയൂസ് പരീക്ഷണ പദ്ധതിയിലൂടെയായിരുന്നു ഡോക്കിംഗ് സാങ്കേതികവിദ്യയിലേക്കുള്ള അമേരിക്കയുടെ രംഗപ്രവേശം. നാസയും സോവിയറ്റ് ബഹിരാകാശ ഏജൻസിയും ഒത്തുചേരുന്ന ആദ്യത്തെ ഡോക്കിംഗ് ആയിരുന്നു അത്. റഷ്യയ്ക്കും അമേരിക്കയ്ക്കും ഒടുവിൽ ഈ രംഗത്തേക്ക് 3ാമതൊരു ശക്തിയായി ചൈനയും വന്നുചേർന്നു. ഈ നിരയിലേക്കാണ് 4ാമതായി ഇന്ത്യ കടന്നു വരുന്നത്. ആദ്യകാലത്ത് ഡോക്കിങ്ങിന് പേടകങ്ങളിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ യാത്രികരിൽ നിന്നുള്ള പ്രവർത്തനം ആവശ്യമായിരുന്നു. ഇന്നിപ്പോൾ പേടകങ്ങൾ സ്വയം നിയന്ത്രണത്തിലൂടെ ഡോക്കിംഗ് നടത്തുന്നതിലേക്ക് സാങ്കേതികവിദ്യ വളർന്നിട്ടുണ്ട്. ചെലവ് കുറഞ്ഞതാണ് എന്നതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യയെ വ്യത്യസ്തമാക്കുന്നത്.